ഇനി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പാൽ കേക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ പരത്തിയിട്ടെടുക്കാം. 1/4 ഇഞ്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ കോണെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാനായിട്ട്. എങ്കിലേ ഇതിൻ്റെ ഉൾവശം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളത്തോടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കുകൾ ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഷുഗർ സിറപ്പിൽ അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന രീതിയിലാകുമ്പോഴേ ഇതിൻ്റെ ഉൾവശം നന്നായിട്ട് കുതിർന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്പം കുഴിയുള്ളൊരു പാത്രത്തിലാണ് ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.